എന്താ രാപ്പി, സുഖം തന്നെ, അക്കച്ചയ്ക്ക് പറ്റും സുഖം തന്നെ. ഇങ്ങനെയൊക്കെ പറയുന്ന നാടൻ ഭാഷ മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അത്തൻ ചിത്തിര ചോദി അച്ചൻ കെട്ടിയ വേലി. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കുട്ടികളുടെ ശബ്ദം ഉയർന്നു കേൾക്കണം. കുട്ടികളാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്നറിയാത്ത മലയാളികളാണ് നമ്മൾ. അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ അരമണിക്കൂറെങ്കിലും ദിവസം കാണണം. അവിടെ ചെന്നിരുന്ന് കാണണം എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന്. ആരും വേറില്ല. കുട്ടികളുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടെങ്കിലേ ശരിയായി അക്ഷരം പറയാനൊക്കെ, ഇല്ലെങ്കിൽ ഫലവും ഫലിതവും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. തുടങ്ങാമോ? നിങ്ങൾ പറയണം. തുടങ്ങാമോ? ഇങ്ങനെ ഉറങ്ങിയിരുന്നൂടാ. ഉണരണം. ഉണരാൻ നമുക്കൊരു വേലയുണ്ട്. ആർപ്പ് വിളിക്കാൻ അറിയാമോ? ആർപ്പ് വിളി കേട്ടിട്ടുണ്ടോ? ശബ്ദം വേണം. ശബ്ദം ഇല്ലായിരുന്നാൽ പോരാ. നിങ്ങളുടെ ശബ്ദമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഞാൻ ആർപ്പ് വിളിച്ചു തരാം. നിങ്ങൾ അതിന് പ്രതികരിക്കണം. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇറോ 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 എന്ന താളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. അത് എല്ലാവരുടെയും ശബ്ദം ഒന്നായിട്ട് കേൾക്കണം. ഒറ്റ ശബ്ദം പോലെ കേൾക്കണം. ഏറ്റോ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഞാൻ നോക്കട്ടെ. ആർപ്പ്. എനിക്ക് വയസ്സ് 88. ഞാൻ വിളിക്കുന്ന വിളി പോലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തോന്ന് കുട്ടികൾ? നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണം. ഒരുപാട് ശബ്ദമുണ്ടാക്കണം. നമ്മുടെ ഭാഷ ഏതാണ്? മലയാളം ശരിയായി ഉച്ചരിക്കാൻ കഴിയണമെങ്കിൽ ശബ്ദമുണ്ടാകണം. ഇല്ലെങ്കിൽ ഭാരതം എന്ന് പറയാൻ കഴിയില്ല. ആ ഭ ഇങ്ങ് വരുമ്പോൾ എല്ലാവരും പേടിക്കണം. അത്ര ശബ്ദം വേണം. മലയാളത്തിലെ അക്ഷരങ്ങൾ കുറേ എണ്ണം ഉച്ചരിക്കുമ്പോൾ നല്ല ശബ്ദം വേണം. ആ ശബ്ദം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങളുണ്ടാക്കുന്നില്ല, അതിന് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. വീട്ടിൽ അമ്മമാരാണ് അതിന് ഉത്തരവാദികൾ. കുട്ടികൾ വീട്ടിനകത്ത് ഓടുകയും ചാടുകയും പറയുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മമാർ പറയുന്ന ഒരു വാക്കുണ്ട്, മിണ്ടാതിരിയടാ. ഈ മിണ്ടാതിരിക്കുക എന്ന വാക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയല്ലാതെ കുട്ടികൾ മിണ്ടില്ല. പള്ളിക്കുളത്തിൽ ചെന്നാലും അതാണ്. ക്ലാസ്സിൽ വരുന്ന സാറങ്ങോട്ട് വന്നിട്ട് കീപ് സൈലൻസ് അടിച്ചു വിട്ടു കൊടുക്കും. പിന്നെ പിള്ളേർ വാ തുറക്കില്ല. അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? വീട്ടിൽ മിണ്ടരുത് എന്ന് പറയുന്ന ആളുകളാണ് അച്ഛനും അമ്മയും. അച്ഛനും പറയും, അമ്മയും പറയും. പള്ളിക്കൂടത്തിൽ സാറ് വന്ന് ക്ലാസ്സിൽ കയറിയാൽ ഉടനെ പറയും കീപ് സൈലൻസ്. പിന്നെ എങ്ങനെ കുട്ടികൾ മിണ്ടും? നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി തേച്ച് കളയും. അത്രയും മുതിർന്നവരങ്ങനെയാണ്. കുട്ടികൾ ധാരാളം സംസാരിക്കണം, ധാരാളം വർത്തമാനം പറയണം, കൂവണം. കൂവാൻ അറിയാമോ? എന്നാൽ ഇപ്പം കൂവാൻ അറിയാമോ? എനിക്ക് നോക്കട്ടെ. ഞാൻ ഒരു പാട്ടിൻ്റെ വരികൾ പറഞ്ഞുതരാം, അതുപോലെ പറയണം. അത്തം ചിത്തിര ചോദി പറഞ്ഞേ. അച്ചൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അത്തൻ ചിത്തിര ചോദി അച്ഛൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അമ്മ 2 വാക്ക്, അച്ഛൻ 2 വീക്ക്, ചെക്കൻ 2 കൂക്ക്.
ഇപ്പം കണ്ടോ കുവിയില്ലേ? ഇല്ലേ? ഇങ്ങനെ ഉണരണം. ഇല്ലെങ്കിൽ നിങ്ങളെ ആരുമല്ലാതാക്കിക്കളയും മുതിർന്നവർ. നിങ്ങളാണ് ഈ നാടിൻ്റെ ശക്തി എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഉയരണം. ക്ലാസ് മുറികളിൽ ശബ്ദം ഉയരണം. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കുട്ടികളുടെ ശബ്ദം ഉയർന്നു കേൾക്കണം. കുട്ടികളാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്. അതാണ് നിങ്ങളുടെ വില നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങൾക്ക് പാര വയ്ക്കും. അതാണ് മിണ്ടാതിരിയിടാന്നൊക്കെ പറയുന്നത്. അമ്മമാർ പിന്നെ വേറൊരു കാര്യവും കൂടെ പറയും. 2 കാര്യങ്ങളാണ് അമ്മമാർ പറയുന്നത്. ഒന്ന് മിണ്ടാതിരിയിടാന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം, വീട്ടിലെ പള്ളിക്കൂടത്തിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് കുട്ടികൾ പറയും. അത് കേട്ട ഉടനെ അമ്മ പറയും, മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടാ. അത് കുറച്ച് പറയില്ല, ഇങ്ങനെ കുശുക്കും. മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ പറയുന്ന എത്രയോ അമ്മമാരെ എനിക്കറിയാം. ഒരുപാട് അമ്മമാർ കുട്ടികളോട് പറയുന്ന ഒരു വാക്യമാണിത്, മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. അങ്ങനെ മക്കളെ കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ നമുക്ക് കവികളുണ്ടാകില്ല, ചിത്രകാരന്മാരുണ്ടാകില്ല, നല്ല ഭരണാധികാരികളുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ കുട്ടികളെ വളർത്തുന്നതിനനുസരിച്ചാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആർപ്പ് വിളിക്കും, നിങ്ങളുടെ ശബ്ദം എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കേൾക്കട്ടെ. നിങ്ങളുടെ ശബ്ദം എനിക്ക് വേണം. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ശബ്ദം വേണം. ശബ്ദം തൊണ്ട കൊണ്ടും ഉണ്ടാക്കാൻ, കൈ കൊണ്ടുണ്ടാക്കാം. ഇല്ലേ? കൈ കൊണ്ട് ശബ്ദം ഉണ്ടാക്കാൻ അറിയാമോ? അതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ ആർപ്പ് വിളിക്കാണ്. ഇപ്പം നേരത്തെ കേട്ടതുപോലെ കൂതിയതുപോലെ വരണം. ഏറ്റോ ശരി, ആർപ്പ്. ഇപ്പം ശരിയായി. ഇനി താളത്തിലൊന്ന് കൈയടിക്കണം. പറ്റുമോ നോക്ക്. ഞാൻ താളം ഇട്ട് തരും. അങ്ങനെ ഒരു 3 പ്രാവശ്യം അടിക്കണം. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ അടിക്കണം. 1 2 3 സ്റ്റാർട്ട്. മതി. ഇത് ഒരു താളം ഇല്ലേ? ഇനി അടുത്ത താളം നോക്കോളൂ. ഓർമ്മിച്ച് വെച്ച് അടിക്കാൻ നോക്ക്. 1 2 3 4 1 2 3 1 2. 1 2 3 4 1 2 1 2 3 1 2 1 2 3 4 1 2 3 1 2. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ക്ലാസ് മുറികളിൽ ഉണ്ടാവുമ്പോഴാണ് നിങ്ങളിലുള്ള താളം ഉണർന്ന് നല്ല താളച്ചിട്ടയുള്ള കുട്ടികളായി മാറുന്നത്. ക്ലാസ്സിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഒരിടത്തും കാണാറില്ല. അങ്ങനെ കാണുന്ന ഒരേ ഒരു പള്ളിക്കൂടം തിരുവനന്തപുരത്തുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ക്ലാസ് മുറി എപ്പോഴും സജീവമായിരിക്കുന്ന ഒരു പള്ളിക്കൂടം തിരുവനന്തപുരത്തുണ്ട്. മലയാളം അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുന്ന പള്ളിക്കൂടം. ആർക്കെങ്കിലും പറയാമോ? ഇല്ല, മലയാളം പള്ളിക്കൂടം. അപ്പോൾ ഇനി ഞാനിപ്പോൾ പറഞ്ഞത് കൈത്താളമാണ്. ഇനി ഒരു താളം കൂടെ ഉണ്ട്. അടിച്ചാണ്. 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2. Ha 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 എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? മലയാളത്തിലെ അക്ഷരം പറയണമെങ്കിൽ ഇങ്ങനെ ശക്തി വേണം കുട്ടികൾക്ക്. കുട്ടികളുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടെങ്കിൽ ശരിയായി അക്ഷരം പറയാനൊക്കെ. ഇല്ലെങ്കിൽ ഫലവും ഫലിതവും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും.
ടി വി തുറക്കുമ്പോൾ വന്ന് നിന്ന് അവതാരകന്മാരും അവതാരികമാരും പറയുന്നതിനകത്ത് ഉള്ള ആ അക്ഷരത്തിൻ്റെ അശുദ്ധി, അക്ഷരത്തിൻ്റെ ഉച്ചാരണ ശുദ്ധി ഇല്ലായ്മ കണ്ട് 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 മടുത്തു. ഇപ്പം ടി വി കാണാറില്ല. അതെന്തുകൊണ്ട് വന്നു? അത് നമ്മൾ ആലോചിക്കണം. ക്ലാസ് മുറികളിൽ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ വന്ന് ക്ലാസ്സിൽ കയറി ഉടനെ എന്നെ മിണ്ടാതിരിയിടാന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുകയല്ല. അവർക്ക് കുറച്ച് സമയം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ അതാണ്, അങ്ങനെ വരണം. ഇനി ഇപ്പോൾ ഞാൻ 2 തരം താളം നിങ്ങൾക്ക് പറഞ്ഞു. ഒന്ന് കൈത്താളം, മറ്റൊന്ന് വായ്ത്താളം. വായ്ത്താളം വേറെ വിധത്തിൽ ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. നാടോടിപ്പാട്ടുകളുണ്ട്. ആ നാടോടിപ്പാട്ടുകളുടെ തുടക്കം പലതും വായ്ത്താരികളോട് കൂടിയാണ്. അതെങ്ങനെയുള്ള വായ്ത്താരികൾ? നല്ല വായ്ത്താരികളുണ്ട്. തന്നാനേ താന തെന തന്നാനന്ദാന, പാടിയേ. തന്നാനേ താന തെന തന്നാനന്ദാന, തന്നാനേ താന തെന തന്നാനന്ദാന, തന്നാനേ താന തെന തന്നാനന്ദാന. ഒന്നുകൂടെ. തന്നാനേ താന തെന തന്നാനന്ദാന. നല്ല വേഗത്തിൽ പാടും. തന്നാനേ താന തെന തന്നാനന്ദാന, തന്നാനേ താന തെന തന്നാനന്ദാന. ഇതൊരു വായ്ത്താരി. താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര, പറഞ്ഞേ. താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര, താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര, താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര. ഇനി രേ 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 രീ, പറഞ്ഞേ. രേരോ ഈരക ഏരേരി ഏരോ, ഏരേരി ഏരോ ഈരക ഏരേരി ഏരോ. പറയാമോ? ഒരു വേഗത്തിൽ പറയാമോ? പാടുവേനല്ലേ. ഏരേരി ഏരോ ഈരക ഏരേരി ഏരോ, ഏരേരി ഏരോ ഈരക ഏരേരി ഏരോ, ഏരേരി ഏരോ ഈരക ഏരേരി ഏരോ. ഇതൊരു വായ്ത്താരിയാണ്. ഇങ്ങനെ അക്ഷരങ്ങൾ താളത്തിൽ ചൊല്ലുന്നതിന് പറയുന്ന പേരാണ് വായ്ത്താരികൾ. നമ്മുടെ നാടോടിപ്പാട്ടുകളിൽ പലതിലും വായ്ത്താരികളുണ്ട്. അത് ക്ലാസ് മുറികളിലേക്ക് വരണം. എന്തിനാണ്? പണ്ടുണ്ടായിരുന്നു. 2012 മുമ്പ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പാഠപുസ്തകങ്ങളിൽ വായ്ത്താരികൾ ഉണ്ടായിരുന്നു. അതിനെടുത്ത് കളഞ്ഞു. അടുത്ത് വന്ന സർക്കാർ അതിനെടുത്ത് അങ്ങ് കളഞ്ഞു. അത് എന്തിനാണെന്നറിയില്ല. അടുത്ത് വന്ന സർക്കാർ വേറെയും ഒരു കാര്യം ചെയ്തു. പകർത്തി എഴുത്ത് വേണ്ട, കേട്ടെഴുത്ത് വേണ്ട, വ്യാകരണം പഠിക്കേണ്ട മലയാളത്തിന്. മറ്റു ഭാഷകൾക്കൊക്കെ ആകാം, ഇംഗ്ലീഷിനാകാം, ഹിന്ദിക്കാകാം, സംസ്കൃതത്തിന് വരെ ആകാം. മലയാളത്തിന് വ്യാകരണം പഠിക്കേണ്ട, കേട്ടെഴുത്ത് വേണ്ട, വായ്ത്താരികളുണ്ടെങ്കിൽ അത് വേണ്ട, നാടോടിപ്പാട്ടുകളുണ്ടെങ്കിൽ അത് വേണ്ട. ഇതിനൊക്കെ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് അറിയാത്ത ആളുകളാണ് അതിനെ എടുത്ത് കളഞ്ഞത്. 2017 മുതൽ അതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ ആളുകളാണ് ഇവിടെ മുകളിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റം ഉണ്ടാകും. അതിന് നിങ്ങളുടെ ശബ്ദം കൂടെ വേണം. നിങ്ങളുടെ ശബ്ദം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇനി അത്തരത്തിലുള്ള ഇതെല്ലാം പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മലയാള ഭാഷയെ അവഗണിച്ച് തള്ളുന്നതിന് മാറ്റം ഉണ്ടാകണം. മലയാളം ഇപ്പോൾ ഒന്ന് ഉണർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉറങ്ങുകയല്ലായിരുന്നു, പിന്നെയോ തലക്കിട്ട് അടിച്ചു കൊടുത്താൽ. അതാണ് ആ 2012 പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം വന്നപ്പോൾ ഉണ്ടായതാണ്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ മലയാളം പഠിക്കുന്നത്, മലയാളത്തിൻ്റെ മഹത്വം നമുക്കറിയില്ല. അതാണ് എൻ്റെ കാര്യം. ലോകത്തിലെ 7000-നും 8000-നും ഇടയിൽ ഭാഷയുണ്ട്. അതിൽ 26ാമത്തെ സ്ഥാനമാണ് മലയാള ഭാഷയ്ക്കുള്ളത്.
7000-നും 8000-നും ഇടയിലുള്ള ഭാഷകളിൽ 26-ാം സ്ഥാനം നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ധാരാളം വായിക്കണം. അതിന് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ലൈബ്രറി പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകങ്ങളൊക്കെ വായിക്കണം. പുസ്തകം വായിക്കാറില്ല ആരും. ഉണ്ടോ? പുസ്തകം വായിക്കുന്ന, സ്ഥിരമായി പുസ്തകം വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈവയ്ക്കേ? ഇല്ല, എനിക്കറിയാം. പുസ്തകം വായിച്ചാലേ അറിവുണ്ടാവൂ, ഇല്ലെങ്കിൽ അറിവുണ്ടാവില്ല. ഇതൊന്നും ഇത് ചുരണ്ടണ യന്ത്രത്തിൽ കിട്ടില്ല. ചുരണ്ടണ യന്ത്രം കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ നിങ്ങളെ നശിക്കുകയുള്ളൂ. ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക. ആവശ്യമില്ലാതെ അതെടുത്ത് വെച്ച് ഞെക്കി ഞെക്കി ഇരുന്നാൽ നിങ്ങൾ മന്ദബുദ്ധികളായിപ്പോൾ, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ബുദ്ധിവികാസം ഉണ്ടാകില്ല. അതിൽ പറയുന്നത് എല്ലാം ശരിയാണെന്നുള്ള ധാരണയും വേണ്ട. അതിൽ പറയുന്നതെല്ലാം ശരിയല്ല, പലതും തെറ്റും വരാറുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ആ 26-ാം സ്ഥാനമുള്ള മലയാളത്തിൽ ഒരിക്കൽ യുനെസ്കോ, ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഘടന, അല്ല പിന്നെ ഘടക സംഘടന ഒരു പരിശോധന നടത്തി. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 കഥകൾ തിരഞ്ഞെടുത്തു. അതിൽ മലയാളത്തിലെ ഒരു കഥയുണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കഥകൾ തിരഞ്ഞെടുത്തപ്പോൾ 10 എണ്ണത്തിൽ ഒരെണ്ണം മലയാളത്തിലുള്ള കഥയാണ്. ആ കഥയുടെ പേര് വെള്ളപ്പൊക്കത്തിൽ എന്നാണ്. വെള്ളപ്പൊക്കത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആർക്കെങ്കിലും പറയാമോ? പറ. കേട്ടൂടാ. ഇല്ല, അതിലെ പ്രധാന കഥാപാത്രം വെള്ളപ്പൊക്കത്തിൽ സ്വന്തം യജമാനൻ്റെ കുടിലും യജമാനനും വീട്ടിലുള്ള എല്ലാവരും നഷ്ടപ്പെട്ട് നദിയിൽ കൂടി ആ വീടിങ്ങനെ ഒഴുകിപ്പോയപ്പോൾ ആ വീട്ടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിയിരുന്നു കൊണ്ട് മുകളിലേക്ക് നോക്കി കുരയ്ക്കുന്ന ഒരു പട്ടിയാണ്, മോങ്ങുന്ന ഒരു പട്ടിയാണ് അതിലെ പ്രധാന കഥാപാത്രം. അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടി അറിയണം. അപ്പം മലയാളത്തിൻ്റെ സ്ഥാനം ലോക കഥാരംഗത്ത് 10ാമത്തെ സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കുകയാണ്. ഇന്ത്യയിൽ എത്ര ഭാഷ അംഗീകരിച്ചിട്ടുള്ള ഭാഷയുണ്ട്? ഇന്ത്യയിൽ 1652 ഭാഷയുണ്ട്. 1652 ഭാഷയിൽ അംഗീകാരമുള്ള ഭാഷ, ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷ 22 എണ്ണമാണ്. അതിൽ 9ാമത്തെ സ്ഥാനം മലയാളത്തിനാണ്. അപ്പോൾ നമ്മൾ മോശമല്ല, മലയാളം മോശമാണെന്ന് പറയുന്നവരോട് കുട്ടികൾ തിരിഞ്ഞു നിന്ന് ചോദിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഞാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് വിടുകയാണ്, ഉത്തരം നിങ്ങൾ പറയണം. നിങ്ങൾ മലയാളം പഠിക്കുന്നവരൊന്ന് കൈവയ്ക്കുക കാണട്ടെ. മലയാളം പഠിക്കുന്നവർ, കൂടുതലും മലയാളം പഠിക്കുന്നത്, അത്രയെങ്കിലും സ്നേഹം അമ്മമാർക്കും അച്ഛനും ഒക്കെ ഉണ്ടായല്ലോ, അത് മതി, ഇരിക്കുക, കയ്യാത്തിര. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? വിളിച്ചു പറയൂ, കുട്ടികൾ വിളിച്ചു പറയട്ടെ. 56, പിന്നെ 26. പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ആർക്കും ക്ലിയറായിട്ട് പറയാൻ അറിയില്ല. മുതിർന്നവർക്ക് പറയാമോ? 49. പറയാമോ? മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്നറിയാത്ത മലയാളികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലുള്ളതാണ്. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. 51 അക്ഷരമുണ്ട്. 51. പക്ഷേ ലിപികൾ 49 ഉള്ളൂ. ലിപി എന്ന് പറഞ്ഞാൽ അക്ഷരം എഴുതാനുള്ള വരകൾക്കാണ് ലിപി എന്ന് പറയുന്നത്. അത് 49 ഉള്ളൂ. 2 ലിപി ഈ 49 നിന്ന് കടമെടുത്താണ് 51 തികച്ചിട്ടുള്ളത്. 51 അക്ഷരം ഉണ്ടാവും. ഈ ലിപികളായിട്ടിരിക്കുകയുള്ളൂ. അത് ഉച്ചരിക്കുമ്പോൾ മാത്രമേ അക്ഷരമെന്ന് അതിനെ പറയാനൊക്കൂ.
അപ്പം ഞാൻ ഈ അക്ഷരങ്ങളെല്ലാം ഒന്ന് പറയാണ്. എൻ്റെ കൂടെ കുട്ടികൾ, കൊച്ചുമക്കൾ ഏറ്റുപറയണം. ഏറ്റല്ലോ? ആ, അങ്ങനെ നീട്ടിയില്ല ഞാൻ. ആ, ആ, ഈ, ഈ, ഊ, ഊ, ഇറ്, എ, ഐ, ഓ, ഓ, ഔ. ഈ ഇത്രയും അക്ഷരങ്ങളെ സ്വരങ്ങൾ എന്ന് പറയും. ചിലയിടത്തൊക്കെ അമ്മ് ആയൊക്കെ സ്വരങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. അത് സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകം വായിക്കാത്തത് കൊണ്ടാണ്. ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. ഇതിൽ വ്യഞ്ജനങ്ങൾ പറയുന്നു. ക പറയണം. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ന. അടുത്ത ത, ഥ, ദ, ഥ, ന, പ. ആ താ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. താ പറയുമ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് ചില വായ്ക്കകത്തുള്ള കുറേ അവയവങ്ങളുണ്ട്. അക്ഷരങ്ങൾ ഉച്ചരിക്കും. ചുണ്ട്, പല്ല്, ഉണ്ണാക്ക്, മേൽത്താടി, മേൽവായുടെ അടിവശം, മൂർധാവ്, തൊണ്ട, ഇതൊക്കെ ഉണ്ടെങ്കിലേ മലയാളത്തിൽ അക്ഷരം പറയാൻ പറ്റൂ. അല്ലാതെ മലയാളത്തിൽ അക്ഷരം പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഉപയോഗിക്കണം. നമ്മൾ ശബ്ദം ഉപയോഗിക്കണം. ശബ്ദമാണ് പ്രധാനം. അതിനാണ് ഞാൻ നേരത്തെ വന്നപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ശബ്ദം ഉണ്ടെങ്കിലേ അക്ഷരം ശുദ്ധമായി പറയാൻ ഒക്കൂ. പ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ തൊടണം. ത എന്ന് പറയുമ്പോൾ നാക്കിൻ്റെ അറ്റത്ത് മേൽവരിപ്പല്ലും കീഴ്വരിപ്പല്ലും തൊടണം. അത് ആ തൊടുന്നതിൻ്റെ ബലം അനുസരിച്ച് അക്ഷരത്തിൻ്റെ ഉച്ചാരണം മാറും. ത പറഞ്ഞേ. ഥ, ദ, ഥ. അത് പറയുമ്പോൾ രണ്ട് വരിപ്പല്ലും നാക്കിൽ നല്ലവണ്ണം ബലപ്പിക്കും. ന, പ ചുണ്ട് തൊടും. പ, ഫ, ബ, ഫ, മ. ഇത് പറയുമ്പോൾ ഈ ചുണ്ട് തടാതെ പറയുന്നതാണ് ഭാര്യയും ഭർത്താവും ഒക്കെ കൊണ്ട് നടക്കുന്ന. ഭാര്യ, ഭർത്താവ്, ഫലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ചുണ്ട് തൊടാതെ പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരക്ഷരം മലയാളത്തിലില്ല. ഫ എന്നൊരക്ഷരം മലയാളത്തിലില്ല. ഫൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ വാക്കുകൾക്ക് എഫിൻ്റെ ഉച്ചാരണം കൊടുത്തതാണ് ഫൂൾ. മലയാളത്തിൽ ഫ എന്നൊരക്ഷരമേ ഇല്ല. അതിന് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഫ, ഫലം, ഫലിതം എന്നൊക്കെ, കഫം എന്നൊക്കെ പറയുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ തൊടണം. തൊടാതെ വന്നാൽ ഇതുപോലെ വികൃതമായി പോകും. അത് കഴിഞ്ഞ് പിന്നെ യ പറഞ്ഞ് അവസാനം യ, ര, ല, വ, ഷ, ഷ, സ, ഹ, ള, ഴ, റ. ഇപ്പം 49ആയി. ഇനി ഈ അക്ഷരത്തിൽ നിന്ന് ന കടമെടുത്ത ന. റ രണ്ടെണ്ണം മുകളിലും താഴെ എഴുതിപ്പോൾ ഇറ്റ. ഇത്രയും കൂടെ ചേരുമ്പോൾ 51 അക്ഷരമാവും. ഈ 51 അക്ഷരത്തിനും ലിപിയുണ്ട്. ഈ അക്ഷരങ്ങൾ എഴുതുന്നതാണ് ആർക്കും അറിഞ്ഞുകൂടാത്ത. ഞാനൊരു സ്കൂളിൽ ചെന്ന്, ഈ മലയാളം വാരത്തിനൊരു സ്കൂളിൽ ചെന്ന് ബോർഡിൽ ഒരു മലയാളം ഒന്ന് എഴുതാൻ പറഞ്ഞു. ഒരു കുട്ടി വന്ന് ഇങ്ങനെ ഒരു റാ ഇട്ടു, എന്നിട്ട് അടിയിലൊരു വരയിട്ടു, പിന്നെ ഇങ്ങനെ ഒരു വരയിട്ടു. മലയാള ഭാഷയിലെ ഒരക്ഷരവും, അത് പ്രത്യേകം അറിയണം, മലയാള ഭാഷയിലെ ഒരക്ഷരവും എഴുതുമ്പോൾ എഴുതി തുടങ്ങിയാൽ അത് അവസാനിക്കുന്നതുവരെ എഴുതുന്ന ഉപകരണം എഴുതുന്ന പ്രതലത്തിൽ നിന്നും മാറ്റുകയില്ല. ഒരക്ഷരം എഴുതിയാൽ അത് അവസാനിക്കുന്നതുവരെ അവിടെ തന്നെ കാണും ആ എഴുത്ത് ഉപകരണം. അതാണ് മലയാള ഭാഷയുടെ അക്ഷരത്തിൻ്റെ എഴുത്ത് രീതി. അങ്ങനെ 51 അക്ഷരത്തിനും ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. 51 അക്ഷരത്തിലും പൂജ്യമുണ്ട്. കണക്ക് ശാസ്ത്രത്തിലെ പൂജ്യം ഒന്നുകിൽ അത് പൂർണ്ണമായിട്ടുള്ള പൂജ്യമായിരിക്കും, അല്ലെങ്കിൽ പകുതിയായിരിക്കും, അല്ലെങ്കിൽ കാൽഭാഗമായിരിക്കും, നീളത്തിലുള്ളതായിരിക്കും. അതല്ലാതെ ഒരക്ഷരവുമില്ല.
ഇടത്ത് നിന്ന് വലത്തോട്ടാണ് അക്ഷരങ്ങൾ എഴുതുന്നത്. അല്ല, നമുക്ക് തോന്നിയതുപോലെ എഴുതാനല്ല. ഇടത്ത് നിന്ന് വലത്തോട്ട് എഴുതി തുടങ്ങി അവസാനിക്കുന്നത് വരെ ആ പേനയോ പെൻസിലോ ഒന്നും തന്നെ മാറ്റുന്നില്ല. ആ അക്ഷരങ്ങൾ കാണാൻ നല്ല ചന്തമാണ്. എന്തുകൊണ്ടാണ്? വൃത്തം എല്ലാ അക്ഷരത്തിലും ഉണ്ട്. ഒന്നുകിൽ പൂർണ്ണവൃത്തം, ഇല്ലെങ്കിൽ അർത്ഥവൃത്തം, അല്ലെങ്കിൽ ദീർഘവൃത്തം, അല്ലെങ്കിൽ അംശവൃത്തം. വൃത്തത്തിൻ്റെ ഒരു അംശമെങ്കിലും കാണും. അതുകൊണ്ടാണ് മലയാള അക്ഷരങ്ങൾക്ക് സൗന്ദര്യമുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ പലരും പൊട്ടിട്ടിരിക്കുന്നത് വൃത്തത്തിലാണ്. എന്തുകൊണ്ട്? വൃത്തത്തിൻ്റെ സൗന്ദര്യമുള്ളത് കൊണ്ടാണ്. വൃത്തത്തിന് സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമുള്ള അക്ഷരങ്ങളാണ് മലയാളത്തിനുള്ളത്. എൻ്റെ കൈയക്ഷരത്തിൽ, എൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ മലയാള ഭാഷയിലൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. മുഴുവൻ 400-ൽ പരം പേജുള്ള ഒരു പുസ്തകമാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇറക്കിയത്. അത് ഇവിടെ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. 100-300 രൂപയാണ്. അത് മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. ആരുടെയും സ്വന്തം കൈയക്ഷരത്തിൽ ഒരു പുസ്തകം ഇതുവരെയും വന്നിട്ടില്ല. പണ്ടെങ്ങാണ്ടോ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ 2 പുസ്തകം എനിക്കുള്ളത് അവിടെ ഉണ്ട്. അത് വായിച്ച് നോക്കുമ്പോൾ അക്ഷരം എങ്ങനെയാണ്, അച്ചടിയുടെ രീതി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എല്ലാ അക്ഷരങ്ങളും ഇടത്ത് നിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ വലത്ത് നിന്ന് തുടങ്ങി ഇടത്ത് അവസാനിക്കുന്ന ഒരക്ഷരമുണ്ട്. ആർക്കും തല ഉപയോഗിക്കണം. വലത്ത് നിന്ന് തുടങ്ങി ഇടത്ത് അവസാനിക്കുന്ന ഒരക്ഷരം പറയാമോ? ആർക്കെങ്കിലും പറയാമോ? പറയാ. കേട്ടില്ല. പറഞ്ഞേ. ഞാൻ പറയാം, മലയാള അക്ഷരത്തിൽ ഒരെണ്ണം എല്ലാ അക്ഷരവും ഇടത്ത് നിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ വലത്ത് നിന്ന് തുടങ്ങി ഇടത്ത് അവസാനിക്കുന്ന ഒരക്ഷരമുണ്ട്. അതേതാണെന്ന് പറയും. ലായൊന്നുമല്ല. ബട എന്ന് എഴുതുന്ന ഡ നോക്കിക്കോളൂ. വലത്ത് നിന്ന് തുടങ്ങി ഇടത്ത് വന്ന് അവസാനിക്കുന്നു. ബട എന്ന് പറയുന്ന ആ ഡ, അതിനെ ട എന്നാണ് ഉച്ചരിക്കുന്നത്. അടുത്ത ഒരക്ഷരം തുടങ്ങിയിടത്ത് അവസാനിക്കുന്ന അക്ഷരമാണ്. ഏതാണ്? ഠ. വട്ടത്തിലിട്ടാൽ അത് തന്നെ ഠ. ഇനിയൊരക്ഷരം ഇടത്ത് നിന്ന് തുടങ്ങി ഇടത്തവസാനിക്കുന്നു. ഇടത്ത് നിന്ന് തുടങ്ങി ഇടത്തവസാനിക്കുന്നു. മഴ, ഴ. ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. പിന്നെ മലയാള അക്ഷരത്തിലെ ലംബരേഖയുണ്ട്, പാദരേഖയുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഘടനാപരമായ അറിവുകളാണ്. ഇതൊക്കെ അറിഞ്ഞാൽ കുട്ടികൾ നല്ല കൈയക്ഷരത്തിൽ എഴുതും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾക്ക് താഴ്ന്ന ക്ലാസ് മുതൽ നമ്മൾ ചെയ്യാനുള്ളത് ധാരാളം പാട്ടുകളുണ്ട് കുട്ടികൾക്ക് വേണ്ടി. എല്ലാ പുസ്തകത്തിലും ഉണ്ട്. പക്ഷേ പാട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പാട്ട് പാടിക്കൊടുക്കില്ല. പാട്ട് പാടിക്കൊടുക്കണം, താളമിട്ട് പാടണം. എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണ് താളബോധം. എല്ലാ കുട്ടികളുടെയും മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് താളം. ആ താളമില്ലാത്ത പെരുമാറ്റം വരുമ്പോൾ നമ്മൾ പറയാണ്ട് തോലഞ്ഞ് അവനാകെ അവതാളത്തിലായിരിക്കുകയാണ്. താളം തെറ്റുന്നതാണ്. നമ്മൾ താളം തെറ്റാതിരിക്കണമെങ്കിൽ, നമുക്ക് താളബോധം ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയെ നിരീക്ഷിക്കണം. പ്രകൃതിയിലെ എല്ലാ ശബ്ദങ്ങൾക്കും താളമുണ്ട്. മനുഷ്യൻ്റെ ശബ്ദത്തിന് മാത്രമല്ല. പട്ടി കുരയ്ക്കുന്നതിനകത്ത് താളമുണ്ട്, പൂച്ച കരയുന്നതിനകത്ത് താളമുണ്ട്, ചീവിടി ചലയ്ക്കുന്നതിനകത്ത് താളമുണ്ട്. താളമില്ലാത്ത ഏതെങ്കിലും ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ കുട്ടികളെ, മുതിർന്നവർ ചെയ്യാനുള്ളത് വീട്ടിൻ്റെ ചുറ്റുപാടുകളും ഒന്ന് നോക്കി മനസ്സിലാക്കാൻ പറയണം. അവിടുത്തെ ചെടികൾ, ചെടികളിൽ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന ഒരു പ്രത്യേക താളത്തിലായിരിക്കും. ഓരോന്നിലും ഓരോ ചെടിയിലും ഇലകളുടെ വിന്യാസം പ്രത്യേക താളത്തിലായിരിക്കും. പൂക്കളുടെ ഇതളുകൾ അതിൽ വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേക താളത്തിലായിരിക്കും. അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ കുട്ടികളിൽ താളബോധം ഉണ്ടാക്കാൻ വേണ്ടി വായ്ത്താരികൾ ചേർക്കണം, നാടോടിപ്പാട്ടുകൾ ചേർക്കണം എന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിന് കുട്ടിക്കാലത്ത് അമ്മമാരാണ് പ്രധാന പങ്ക് വഹിക്കേണ്ടത്. അമ്മമാർ മക്കളെ വിളിച്ചിരുത്തി കുറേ നേരം ഒന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കുട്ടികൾ പഠിക്കുന്ന ഇടത്ത് ചെന്നിരിക്കാൻ എത്ര അമ്മമാർ സമയം ചെലവഴിക്കുന്നു? എത്ര അച്ഛന്മാർ തങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഇടമൊന്ന് കാണുന്നു? ഇല്ല. അച്ഛനും അമ്മയുമൊക്കെ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ അരമണിക്കൂറെങ്കിലും ദിവസം കാണണം. അവിടെ ചെന്നിരുന്ന് കാണണം എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന്. ആരും വേറില്ല. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ. ആരും വേറില്ല. ഇപ്പോൾ ഇരുന്ന് വായിരടാ വായിക്കും. അവൻ എന്തിനാണ് വായിക്കണതെന്ന് അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. അവൻ കുറേ അങ്ങ് വായിക്കും. അതല്ല വേണ്ടത്. നിങ്ങളുടെ മക്കൾ നന്നാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തിൽ ഒരു സമയം, ഒരു ക്ലിപ്ത സമയം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതിൽ പാട്ടുകൾ പാടിക്കൊടുക്കാം കുട്ടികൾക്ക്. അപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന താളമുണരും. അതുകൊണ്ട് ആദ്യം നമുക്കൊരു പാട്ട് പാടാം. അമ്മയാണ് അക്ഷരം. പറഞ്ഞേ, ഉറക്കെ പറയണം. അമ്മയാണ് അക്ഷരം, അന്നമാണ് അക്ഷരം, അമൃതമാണ് അക്ഷരം, അഗ്നിയാണ് അക്ഷരം. എന്തെല്ലാം പ്രത്യേകതകളുള്ളതാണ് അക്ഷരമെന്നാണ് ആ വരികളുടെ അർത്ഥം. അമ്മയെപ്പോലെ സ്നേഹിക്കാൻ അക്ഷരത്തിന് കഴിയും. അമ്മയുടെ സ്നേഹം, ദയ, ദാനശീലം ഇതൊക്കെ അക്ഷരങ്ങൾക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ അമൃതാണ്, ഒരിക്കലും മരിക്കാത്തതാണ് അക്ഷരം. അതുപോലെ തന്നെ ചോറാണ്, നമ്മുടെ ചോറാണ്. നമുക്ക് ശക്തി തരുന്നത് അക്ഷരമാണ്. ശക്തി എവിടെ വേണമെന്ന് മിണ്ടായിടാ. അക്ഷരത്തിൻ്റെ ശബ്ദമാണ്, അക്ഷരത്തിൻ്റെ ശക്തിയാണ്. അയ്യോ മക്കളോട് പറഞ്ഞതല്ല, ഞാൻ നിങ്ങളെ ആരെയും പറഞ്ഞതല്ല. ഇങ്ങനെയുള്ള ശബ്ദം വേണ്ടി വരും ചിലയിടത്ത്. വേണ്ട എന്ന് പെൺകുട്ടികൾക്ക് പറയാനുള്ള ശബ്ദം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ വില അപ്പോഴേ നിങ്ങൾക്ക് അറിയൂ. മാറിയില്ല എന്ന് പറഞ്ഞ് കയറി നിൽക്കുന്ന മാറി നിൽക്കടാ എന്ന് പറയാനുള്ള ശബ്ദം നിങ്ങൾക്കുണ്ടാകണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. അത് മലയാളം അക്ഷരത്തിൽ തന്നെ ഉണ്ട്, ഇംഗ്ലീഷൊന്നും വേണ്ട. മലയാളം അക്ഷരത്തിൽ തന്നെയുണ്ട്. അത് പറയാൻ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശരിക്ക് പഠിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പാടുന്ന പാട്ട് എന്തുകൂടെ ഇത് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പാട്ട് പറഞ്ഞതേ ഉള്ളൂ. അമ്മയാണ് അക്ഷരം. പാടിയേ കൈതാട്ട്. അമ്മയാണ് അക്ഷരം. പോരാ ശബ്ദം പോയി. നേരത്തെ ഉള്ള ശബ്ദം വരട്ടെ. അമ്മയാണ് അക്ഷരം, അമൃതമാണ് അക്ഷരം, അന്നമാണ് അക്ഷരം. അവസാനത്തെ എന്താണ്? അഗ്നിയാണ് അക്ഷരം. ഇതെന്തിനുള്ള പാട്ടെന്നറിയാമോ? 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ എന്ന അക്ഷരം പഠിപ്പിക്കാനുള്ള പാട്ടാണ്. ഇതിനെ അക്ഷരപ്പാട്ടുകളെന്നാണ് പറയുന്നത്. മലയാള ഭാഷയിൽ ധാരാളം അക്ഷരപ്പാട്ടുകളുണ്ട്. കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുണ്ട്, മധുര ബാലചന്ദ്രൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ കൊച്ചു പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അമ്മമാരൊന്ന് വാങ്ങിച്ച്, ഇവിടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ശാഖയിൽ പോയി നോക്കിയാൽ കുട്ടികൾക്ക് പാടി പഠിക്കാനുള്ള പ്രത്യേകം പാട്ടുകളടങ്ങിയ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരെയാണ്? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. തന്നെ സത്യം. ആ അമ്മയെക്കുറിച്ചൊരു പാട്ട് ആർക്ക് പറയാം? പറയൂ. അമ്മയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയുകയും ചെയ്യും. അമ്മയെക്കുറിച്ചൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അറിഞ്ഞും കൂടാ. അത് വേണ്ടേ? ഞാൻ പറഞ്ഞു തരാം. അമ്മ ഈ പാരിലെ ഉണ്മാ പാടിയ ഇങ്ങനെ പാടിയാൽ പറയാം. ഞാൻ എന്തിനു കൊടുക്കണം ഇങ്ങനെ കുറെ ഉറക്കം വിളിക്കുന്നു. അമ്മ ഈ പാരിലെ ഉണ്മാ പാടിയേ.
അമ്മായി പാരിലെ ഉമ്മ. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ, ഉറക്കെ പറയണം. ഉറക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നേരത്തെ കൂവിയപ്പോൾ കണ്ടു. പിന്നെ എന്താവും ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഞാനൊരു വേറൊരു പാട്ട് പാടിത്തരാം, പറഞ്ഞുതരാം. പാട്ടല്ലാതെ, അത് നിങ്ങൾ വേഗത്തിൽ പറയാം. തൊണ്ടടി പറഞ്ഞേ. തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, മടലടി 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 തൊണ്ടടി, മടലടി 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 തൊണ്ടടി. ഒന്ന് വേഗത്തിൽ പറഞ്ഞാണ്. തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, മടലടി 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 തൊണ്ടടി. ഇത്രയും പറയാമോ ഒന്ന്? വേഗത്തിൽ. തൊണ്ടടി മടലടി, തൊണ്ടടി മടലടി, മടലടി 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 തൊണ്ടടി. പറയാമോ? എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളതാണ്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? കുട്ടിക്ക് നാവ് ഇഷ്ടം പോലെ വഴങ്ങിയാൽ മാത്രമേ അക്ഷരങ്ങൾ ശരിയായി, മലയാള അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാൻ കഴിയൂ. ഇനി ഇതുപോലെ അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ല, മലയാളത്തിൽ എന്തൊക്കെ ഉണ്ട്, മലയാളത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് വീട്ടിൽ പുസ്തകങ്ങൾ വേണം. എത്ര വീട്ടിലെ പുസ്തകങ്ങളുണ്ട്, അതെത്ര പേർ തുറന്നു നോക്കുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന നിങ്ങൾ തന്നെ നടത്തുക. നിങ്ങൾ തന്നെ നടത്തിക്കൊണ്ടാൽ മതി. നിങ്ങളുടെ വീട്ടിൽ എത്ര പുസ്തകമുണ്ട്, അതെങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അതിൻ്റെ പേരുകളിൽ ഒരെണ്ണമെങ്കിലും പറയാമോ? കാരണം പറയാമെങ്കിൽ അത്രയും നല്ലത്, പറയാമെങ്കിൽ അത്രയും നല്ലത്. പുസ്തക വായന നിലച്ചിരിക്കുന്നു. ഇവിടെ പുസ്തകോത്സവം നടക്കുന്നു, നമ്മളെപ്പോലുള്ള ആളുകൾ പുസ്തകം വായിക്കാതെ ഇരിക്കുന്നു. പിന്നെ എങ്ങനെ പുസ്തകം എഴുതുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ചിലവില്ലാതെ പുസ്തകം കിടക്കുന്നു. അപ്പോൾ ധാരാളം വായിക്കുന്ന ശീലം ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ അറിവ് വികസിക്കൂ. ഇപ്പോൾ ഇവിടെ നല്ല കമ്മീഷനിൽ പുസ്തകമൊക്കെ കൊടുക്കുന്നുണ്ടാവും എല്ലാ സ്റ്റാളുകളിലും. അത് വാങ്ങിക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികളെ വായിച്ച് കേൾപ്പിക്കുക. കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല, വായിച്ച് കേൾപ്പിക്കുക. അതിൽ നിന്ന് കടങ്കഥകൾ, പഴഞ്ചൊല്ലുകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. ഇതിൻ്റെ ഓരോന്നിനും താളമുണ്ട്. കടങ്കഥ പറയുന്നതിൽ താളമുണ്ട്. ഞാനൊരു കടങ്കഥ പറയാൻ പോവുകയാണ്. അമ്മയെ ഉമ്മ വച്ചേ പൊന്നുമോൻ വെന്തു ചത്തേ. ആർക്കെങ്കിലും ഉത്തരം പറയാൻ അറിയാമെങ്കിൽ കൈവെക്കുക. അമ്മയെ ഉമ്മ വച്ചേ പൊന്നുമോൻ വെന്തു ചത്തേ. പറയൂ. തീപ്പെട്ടി. രണ്ടുപേര് പറഞ്ഞു. അമ്മയ്ക്ക് തുല്യ. അമ്മയുടെ ഗർഭത്തിലാണ് കുഞ്ഞു കിടക്കുന്നത്. തീപ്പെട്ടിയുടെ ഉള്ളിലാണ് കൊച്ചു തീപ്പെട്ടി തിരി എന്ന് പറയുന്ന ആ സാധനം കിടക്കുന്നത്. അതെടുത്ത് അമ്മയെ ഉമ്മ വയ്ക്കും. ഈ തീപ്പെട്ടി ഉരയ്ക്കുന്നത് എവിടെയാണ്? തീപ്പെട്ടി കൂട്ടിൻ്റെ വശങ്ങളിൽ, രണ്ട് വശത്തും. നമുക്ക് ഈ കവിളിലാണ് അമ്മ കുട്ടികൾ ഉമ്മ വയ്ക്കാറുള്ളത്. അതുപോലെ അമ്മയെ ഉമ്മ വച്ചേ, താളമിട്ട് പാടണം, എല്ലാവരും പാടണം. അമ്മയെ ഉമ്മ വച്ചേ. പറഞ്ഞേ, ഉറക്കപ്പാട്. പൊന്നുമോൻ വെന്തു ചത്തേ. ഇനി അടുത്ത വേറൊരു കടങ്കഥ, അതും കൂടെ ഉത്തരം പറയണം. എല്ലാം തിന്നും എല്ലാം ദഹിക്കും. തീ പറഞ്ഞു തീർന്നില്ല, അതിനിടയ്ക്ക് ഉത്തരം കണ്ടെത്തി. കൊള്ളാം. കാട്ടിലെ ഉർവശി കണ്ണെഴുതി കണ്ടാലാർക്കും കൊതി തോന്നും. കാട്ടിലെ ഉർവശി കണ്ണെഴുതി കണ്ടാലാർക്കും കൊതി തോന്നും. ആർക്ക് പറയാം? ഇല്ല. കാട്ടിലെ ഉർവശി കണ്ണെഴുതി കണ്ടാൽ ആർക്കും കൊതി തോന്നും. മഞ്ചാടിയല്ല, കുന്നിക്കുരു. മഞ്ചാടിയല്ല, മഞ്ചാടിക്ക് മുഴുവൻ ചുവപ്പാണ്. കുന്നിക്കുരുവിന് ഒരു സ്ഥലത്ത് അല്പം കറുപ്പ് കാണും. അതാണ് കണ്ണെഴുതിയത്. കുന്നിക്കുരു എന്നാണ് അതിൻ്റെ ഇത്. കാട്ടിലെ കുഞ്ഞു ഞാൻ തൊട്ടാലുറങ്ങും. പറയാം. തൊട്ടാവാടി. അത് തന്നെ. തല്ലുകൊള്ളുന്നോന്നു തല്ലുകൂലി,
തല്ലുന്നവന് പണവും കൂലി. ചെണ്ട. അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ തല ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കാനാണ് ഇതിൻ്റെ ആവശ്യം. ബുദ്ധിപരമായി ചിന്തിക്കണം. ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ്. അത് പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കിയതുപോലെ ഇതിനെയും മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ ലക്ഷ്യബോധത്തോടു കൂടിയാണ് 2012 മുമ്പ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. അടുത്തു വന്ന ഗവൺമെൻറ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോൾ എല്ലാം നല്ലതിനെ എല്ലാം എടുത്തു കളഞ്ഞു. വ്യാകരണവും പഠിക്കേണ്ട. ലോകത്ത് എവിടെയെങ്കിലും ഒരു രാജ്യത്ത് വ്യാകരണം പഠിക്കാത്ത ഭാഷയുണ്ടോ? ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. വ്യാകരണം പഠിക്കണ്ട, ഭാഷ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് മലയാള ഭാഷ ഉപേക്ഷിക്കരുത് നിങ്ങൾ, എങ്കിൽ നിങ്ങൾ മനുഷ്യനല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. മനുഷ്യനെ, ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനായിട്ട് വളർത്താനാണ്, അല്ലാതെ ഹിന്ദു ആയിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഇസ്ലാമായിട്ടും അല്ല വളർത്തേണ്ടത്. മനുഷ്യനായി വളർത്തണം. മനുഷ്യനായി വളർത്തണമെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ഒരുപാട് നന്മകളുണ്ട്, കലാപരമായ കഴിവുകളുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ വാസനകൾ, സർഗപരമായ വാസനകൾ, താല്പര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇനി വീട്ടിൽ ചെന്ന് നോക്കണം. വീട്ടിൽ ചെന്ന് മക്കളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പാട്ട് പാടിച്ച് നോക്കണം, പടം വരപ്പിച്ച് നോക്കണം, കവിത ചൊല്ലിച്ച് നോക്കണം, കവിത എഴുതിച്ച് പറയണം. അങ്ങനെ കുട്ടികളുടെ കഴിവുകളെ കൂടി വികസിപ്പിക്കണം. അല്ലാതെ അങ്ങ് കുറേ ഡിഗ്രി എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യനായി വളരണമെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സർഗപരമായ കഴിവുകൾ ചെറുപ്പത്തിലെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം രക്ഷിതാക്കളിൽ നിന്നുണ്ടാകണം. അച്ഛനും അമ്മയും അതിനുവേണ്ടി പരിശ്രമിക്കണം. തൻ്റെ മക്കൾക്ക് എന്തെല്ലാം കഴിവുണ്ടോ? പാടാൻ കഴിവുണ്ടോ? കഥ പറയാൻ കഴിവുണ്ടോ? പടം വരയ്ക്കാൻ കഴിവുണ്ടോ എന്ന് കണ്ടെത്തണം. എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അതിനെ വേണ്ട പരിശീലനം കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നല്ല ചിത്രകാരനെയോ ഒരു ഗായകനെയോ അല്ല, പിന്നെയോ നല്ല മനുഷ്യനെ കിട്ടും. നല്ല മനുഷ്യനാകാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കുട്ടികളിലുള്ള സർഗപരമായ വാസനകൾ. അത് ഒരിക്കലും നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇനി കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് കൂടി പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പാട്ട് കേട്ടോണ്ടിരുന്നാൽ മതി. നിങ്ങൾക്കൊരു ജോലി തരും. അത് കൃത്യമായി ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ താളബോധം പരിശോധിക്കുകയാണ് ഞാൻ. എത്ര പേര് താളം തെറ്റാതെ ആ കൃത്യം ചെയ്യുമെന്ന്. ഒരു നാടോടിപ്പാട്ടാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. നാടോടിപ്പാട്ടുകളുടെ ഭാഷ നാടോടി ഭാഷയാണ്. നമുക്ക് ഒരുപാട് ഭാഷകളുണ്ട്. വീട്ടിലൊരു ഭാഷ, പള്ളിക്കൂടത്തിലൊരു ഭാഷ, കൂട്ടുകാരൻ്റെ അടുത്തൊരു ഭാഷ, ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷയുണ്ട്. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 ഭാഷയല്ല, അവിടെ 100 ഭാഷ കാണും. ഞാനാണെങ്കിൽ എനിക്ക് 88 വയസ്സായ ഒരു കളവനാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ, പഴയ ഭാഷയൊക്കെ വരുള്ളൂ. അപ്പോൾ എൻ്റെ മോനങ്ങൾ അതിനേക്കാൾ കുറേ കൂടെ മാറ്റം വരും. അതിൻ്റെ കൊച്ചുങ്ങൾക്ക് കുറേ കൂടെ മാറ്റം വരും. തീരെ കുട്ടികൾക്ക് മാറ്റം വരും. ഇപ്പോൾ സംസാരിക്കുന്നതിനകത്ത് ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വാക്കുകളായിരിക്കും കൂടുതലും കുട്ടികൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിനകത്ത് തന്നെ വ്യത്യസ്തമായ നിരവധി ഭാഷകൾ ഓരോരുത്തരും പ്രയോഗിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഭാഷകളിലുള്ളതിൽ ഒന്നാണ് നാട്ടുമൊഴി. എന്താണ് നാട്ടുമൊഴി? നാട്ടുമൊഴി അറിഞ്ഞൂടെ? എന്തരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ് വരി എന്തരപ്പി സുഖം തന്നെ, അക്കച്ചയ്ക്ക് പറ്റും സുഖം തന്നെ. ഇങ്ങനെയൊക്കെ പറയുന്ന നാടൻ ഭാഷ മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അതിൻ്റെ ശക്തി എന്താണെന്ന് പല സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാകും. നാട്ടുഭാഷ മോശമാണെന്ന ധാരണ മാറ്റിവെക്കണം. അച്ചടി ഭാഷ വേണ്ടിടത്ത് മാത്രം പ്രയോഗിക്കണം. അച്ചടി ഭാഷ എന്നല്ല, അതിന് പ്രത്യേകം പേര് പറയും. ഇപ്പോൾ ഒരു ഭാഷ സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും, ഇപ്പോൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും ശുദ്ധമായി ഉച്ചരിക്കുന്നതും
വ്യാകരണ നിബദ്ധവുമായ ഭാഷയാണ് മാനക ഭാഷ. അത് എവിടെയെല്ലാം പ്രയോഗിക്കണമെന്ന് ചില പ്രത്യേക നിബന്ധനകൾ വച്ചിട്ടുണ്ട്. ഒരു പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് നാട്ടുഭാഷ പറഞ്ഞാൽ കാസർഗോഡുകാരൻ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരൻ പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകില്ല. അപ്പോൾ അത്തരം വേദികളിൽ മാനക ഭാഷ ഉപയോഗിക്കുകയും വീട്ടിൽ നമ്മൾ നാട്ടുഭാഷ തന്നെ ഉപയോഗിക്കുകയും ചെയ്താൽ നമ്മുടെ ഭാഷ ഒരിക്കലും മരിക്കില്ല. ഞാനിപ്പോൾ ഒരു ജോലിയിലാണ്. സാഹിത്യത്തിൽ നമ്മൾ പ്രയോഗിച്ചിട്ടുള്ള, സാഹിത്യകാരന്മാർ പ്രയോഗിച്ചിട്ടുള്ള നാട്ടുമൊഴികളുടെ ശേഖരം ഞാനൊരു 15 പുസ്തകം വായിച്ചെടുത്തപ്പോൾ 6000-ൽ പരം നാട്ടുമൊഴികൾ കണ്ടെത്തി. അത് അടുത്തൊരു പുസ്തകമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അത് നമ്മൾ മോശപ്പെട്ട ഭാഷയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നമ്മൾ ഇപ്പം തിരുവനന്തപുരത്തുകാർ, നമ്മൾ തിരുവനന്തപുരം എന്ന് തന്നെ പറയണമെന്നില്ല, തിരുവനന്തപുരം എന്ന് പറഞ്ഞാലും അത് മതി, അത് പറച്ചില്ല തിരുവനന്തപുരം മതി. അല്ലാതെ സ്റ്റേജിൽ കയറിയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെ മറ്റുള്ളവരും കൂടെ ഉണ്ട്. തിരുവനന്തപുരത്തെന്ന് തന്നെ പറയണം. തിരുവനന്തപുരമല്ല, ആകാശവാണി തിരുവനന്തപുരമാണ്, തിരുവനന്തപുരമല്ല തിരുവനന്തപുരം എന്ന് വരണം. അങ്ങനെ ഒരുപാട് പിശകുകൾ നമ്മുടെ ഭാഷയിൽ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഭാഷ ഒരുപാടുണ്ട്. നാടോടിപ്പാട്ടുകൾ കൃത്യമായി നാട്ടുമൊഴികൾ തന്നെയായിരിക്കും. അതിനെ പരിഷ്കരിച്ചെടുത്ത മാനക ഭാഷ ആക്കിയിട്ടുണ്ട് പുസ്തകങ്ങളിൽ. അത് ശരിയല്ല, നാട്ടുഭാഷയിൽ തന്നെ ആകണം. അങ്ങനെയുള്ളൊരു പാട്ടാണ് ഞാൻ പാടുന്നത്. കോഴിക്കോട്ടുള്ള പാട്ടാണ്. അതിൻ്റെ പാടുമ്പോൾ തീരും. ഇതിലൊരു ജോലിയുണ്ട്, ആ ഇടയ്ക്ക് ഞാൻ പറയും. കോഴിക്കോട്ടുണ്ടൊരു ചായ മക്കാനി, മക്കാനിയിലുണ്ടൊരു മൂപ്പീര്, മൂപ്പൻ്റെ മക്കാനി കയറി ചെല്ലുമ്പം എന്തെല്ലാം വിശേഷം കാണണ്, എന്തെല്ലാം വിശേഷം കാണണ്. കോഴിക്കോട്ടുണ്ടൊരു ചായ മക്കാനി, മക്കാനിയിലുണ്ടൊരു മൂപ്പീര്, മൂപ്പൻ്റെ മക്കാനി കയറി ചെല്ലുമ്പം എന്തെല്ലാം വിശേഷം കാണണ്, എന്തെല്ലാം വിശേഷം കാണണ്. ചായ വിത്തണ്, അവിടെ നിങ്ങൾക്ക് ജോലി. ചായ വിത്തണ്, ഈ 2 താളം വരണം. ഒറ്റ അടി പോലെ തോന്നണം. അടിക്കുന്നവർ എല്ലാവരും ഒരേ താളത്തിലടിക്കണം. ഏറ്റാ, ഇത് ശ്രദ്ധിച്ചിരുന്നാൽ അടിക്കാനൊക്കും. ചായ വിത്തണ്, ആ പിന്നെ അടിച്ചു, അതടിച്ചൂടാ. ചിങ്കിലിയൊന്നും വേണ്ട നമുക്ക്. 2 അടി, തെറ്റ തെറ്റ, ഇത്രയും മതി. ഇനി ഒന്നുകൂടെ, ചായ വിത്തണ്. ഇപ്പം ശരിയായി, ഏകദേശം ശരിയായി. ഇനി ഇത് ഇപ്പം അടിക്കണ്ട. ഇനി ഇതുപോലൊരു സന്ദർഭം വരും, അപ്പം നിങ്ങൾ തനിയെ അടിക്കണം, ഞാൻ പറയില്ല. ഇനി പാട്ട് തുടരുകയാണ്. ചായ വിത്തണ് പിഞ്ഞടിക്കണ്, പാലും പഞ്ചാരേട്ടാട്ടണ്, ബരിക്കച്ചക്കൻ്റെ തൊലി കളഞ്ഞിട്ട് കുരുകുത്തി അങ്ങാട്ടെടുക്കണ്, ബരിക്കച്ചക്കൻ്റെ തൊലി കളഞ്ഞിട്ട് കുരുകുത്തി അങ്ങാട്ടെടുക്കണ്. കോഴിക്കോട്ടുണ്ടൊരു ചായ മക്കാനി, മക്കാനിയിലുണ്ടൊരു മൂപ്പീര്, മൂപ്പൻ്റെ മക്കാനി കയറി ചെല്ലുമ്പം എന്തെല്ലാം വിശേഷം കാണണ്, എന്തെല്ലാം വിശേഷം കാണണ്. അരിയരക്കണ്, ഒന്ന് ഒരടി ചിങ്കിളി വന്ന് ഇവിടെ അല്ലേ. ആ ഒന്നുകൂടെ, അരിയരക്കണ്. ശരി, കറക്റ്റ്. ഇനി അടിക്കണ്ട. അരിയരക്കണ്, ഉയുന്നരക്കണ്, ദോശ ചുട്ടങ്ങ് കൂട്ടണ്, ചമ്മന്തി അരച്ചങ്ങാടുപ്പത്താക്കിയിട്ട് കടു വറുത്തങ്ങൊയ്ക്കണ്, ചമ്മന്തി അരച്ചങ്ങാടുപ്പത്താക്കിയിട്ട് കടു വറുത്തങ്ങൊയ്ക്കണ്. കോഴിക്കോട്ടുണ്ടൊരു ചായ മക്കാനി, മക്കാനിയിലുണ്ടൊരു മൂപ്പീല്, മൂപ്പൻ്റെ മക്കാനി കയറി ചെല്ലുമ്പം എന്തെല്ലാം വിശേഷം, എന്തെല്ലാം വിശേഷം കാണണ്, എന്തെല്ലാം വിശേഷം കാണണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ചിരിക്കാൻ അറിയാമോ ആർക്കെങ്കിലും? ഒന്ന് ചിരിച്ചേ കാണട്ടെ. ചിരിച്ചേ. ആ, പുഞ്ചിരിക്കാൻ അറിയാമോ? അറിയില്ല. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ പല്ല് വെളിയിൽ കാണരുത്. ചുണ്ടുകൊണ്ടും കണ്ണുകൊണ്ടും മാത്രമേ ചിരിക്കാവൂ. കണ്ണുകൊണ്ട് ചിരിക്കാൻ അറിയാമോ? കണ്ണുകൊണ്ട് ചിരിക്കാം, ചുണ്ടുകൊണ്ട് ചിരിക്കാം, കണ്ണുകൊണ്ടും ചിരിക്കാം. പുഞ്ചിരിക്കുമ്പോൾ ചുണ്ടും കണ്ണും മാത്രമേ ചിരിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും ചെറിയ ചിരി. അതിന് നമ്മൾ പറയുന്നത് മന്ദഹാസം എന്ന് പറയും. പിന്നീട് ഹാസം,
ചിരി, സാധാരണ ചിരി. നമ്മളൊക്കെ വർത്താനം പറഞ്ഞു എന്തിനാ നീ പറയണേ, ഇത് കൊച്ചു ചിരി. അതിനടുത്ത ചിരി അട്ടഹാസം എന്ന് നമ്മൾ ചിരിക്കുന്നത് ഉറക്കെയുള്ള ശബ്ദം, ചിരി. ഇനി എൻ്റേതായ ഒരു ചിരിയുണ്ട്, അത് ചിരിച്ച് ഞാൻ അവസാനിപ്പിക്കും. അത് നിങ്ങൾ പറ്റുമെന്നുള്ളവർ വീട്ടിൽ പോയിരുന്ന് ശ്രമിക്കണം, ഇപ്പോൾ ഇവിടെ വേണ്ട. ഞാൻ ചിരിച്ച് അതിനെ എൻ്റെ പേര് കൂകിച്ചിരി എന്നാണ്. ഒരു കൂക്കിൽ തുടങ്ങി അവസാനിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച, കൂടെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരേഖ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ കമ്മിറ്റിക്കും ഇവിടുത്തെ സംഘാടകർക്കുമൊക്കെ എൻ്റെ എളിയ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.